നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബ്ല്യൂസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സാറ്റർഡേ ബ്ലോഗാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമ്മളിപ്പോൾ ഞാൻ രാവിലെ നേരത്തെ വെച്ചിട്ടുണ്ട് 7 മണി ആവുന്നുള്ളൂ. സ്റ്റുഡിയോ എണീറ്റിട്ടില്ല. രാവിലെ നല്ല വെയിലാണ് ഗൈസ്. മഴയൊക്കെ മാറി തോന്നുന്നു. ഉണ്ടോ ഗൈസ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ച് രാവിലെ എണീറ്റില്ലേ നേരത്തെ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇത് ഇന്നലെ രാവിലെ അലക്കിയിട്ട് ഇന്നലെ രാവിലെ ഉണങ്ങുമെന്ന് വിചാരിച്ച് പുറത്തിട്ടിരുന്ന ഡ്രസ്സാണ്. പക്ഷേ ഇന്നലെ രാവിലെ വെയിലുണ്ടായിരുന്നു. ഇന്നലെ ഫുൾ വെയിലുണ്ടായിരുന്നു. പക്ഷേ ആ വെയിലുകൊണ്ട് ഉണങ്ങിയില്ല. അപ്പോൾ അതൊന്നുകൊണ്ട് ഉണങ്ങിയാലേ ശരിയാവുള്ളൂ. കുറച്ച് നനവുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തിട്ട് ഉണക്കിയെടുക്കാന്ന് വെച്ചിട്ടാണ്. വെയിലുണ്ടല്ലോ, ഞാൻ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ടെ. ഇപ്പോൾ തുണിയേ ഉള്ളൂ കേസ്, എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുടമ്പുളി എടുത്ത് പുറത്ത് വെക്കാണ്ട്. കിണറിനോട് പക്ഷേ വെയിലായിട്ടില്ല, എടുത്ത് വെക്കാം, വെയിലായിക്കോളും. വെച്ചിട്ടുണ്ട്. ഇനി പല്ല് വെച്ച് പ്രശ്നപ്പാവണം. ശ്രുതി എനിക്ക് സാധനം പല്ലേക്കാറ്. പക്ഷേ ഇനിയിപ്പോൾ ശ്രുതി എണീക്കാനായിട്ടാവുമല്ലോ. ഞാൻ പല്ല് വെച്ച് പ്രശ്നപ്പാവെന്ന് വിചാരിച്ചു. എന്നിട്ട് നടക്കാൻ വേണ്ടി പോകണം. ആണ് കേസിൻ്റെ അടുത്ത പരിപാടി. വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. എണീറ്റും തോന്നുന്നു. അപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി പോട്ടെ കേസ്. ശ്രുതി എന്നെ എണീറ്റിട്ട് ഒച്ചപ്പാടേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. അപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി പോവാം. ശ്രുതി ഇനി പല്ല് ചുടങ്ങാൻ പല്ല് കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോണത് പാത്രമൊക്കെ കഴുകിയെടുക്കാനാണ്. അധികമൊന്നുമില്ല, കുറച്ച്. പിന്നെ കഞ്ഞുള്ള ഊറ്റിയ ഇഡ്ഡലി പാത്രമുണ്ട്. ഇത് കഴുകിയിട്ട് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ തോര ഇച്ചിരി ഇരിപ്പുണ്ട്. ഇന്നും കുഴപ്പമില്ലാത്ത വെയിലുണ്ട്. അപ്പോൾ എന്തായാലും പരിപാടികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ആദ്യം നടക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നടന്നിട്ട് വരട്ടെ. പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം നടന്നിട്ട് തിരിച്ചു വന്നു. ശ്രുതി പാത്രം കൈക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കുടിച്ചിട്ടേ കൊടുക്കട്ടെ. അപ്പോൾ പോയി വെള്ളം കുടിക്കുക. ഇതേ പോകുന്നു. ഞാൻ ഈ കുടിക്കാനുള്ള കുപ്പിയെ വെള്ളം നിറച്ച് കൊണ്ടുപോട്ടെ. ഞാൻ കുറച്ച് വീടുകൾ കൊണ്ടിനി. അങ്ങനെ സോയാബീൻ കറിയും പിന്നെ അപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി പോവാം. ഇതൊക്കെ കരിഞ്ഞ് വെക്കാം. നമുക്ക് ഞാൻ എൻ്റെ മറ്റേ ഫോൺ എടുത്തിട്ട് റീഡെടുക്കാം കേട്ടോ. സോയാബീൻ്റെ കറി റെസിപ്പി സെറ്റാക്കട്ടല്ല. അപ്പോൾ നമ്മൾ സോയാബീൻ കറി ഉണ്ടാക്കാനുള്ള സംഭവം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോയാബീൻ കറി ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പത്തെ മാവ് ശ്രുതികളെ കലക്കി എടുത്ത് ചെമ്മിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പൊങ്ങി കഴിയുമ്പോൾ എടുത്ത് ഉണ്ടാക്കാം. അല്ല ശ്രുതി, ഫുൾ മാവ് എടുത്താൽ ഒരു ഓവർ മാവ് ഫുൾ എടുത്തിട്ടുണ്ട്. കലക്കി വെച്ചാൽ പിന്നെ ഉണ്ടാക്കി മതി. കുറച്ച് ഫുൾ മാവ് എടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. സോയാബീൻ കറി ഏകദേശം ആയി കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കണം. സോയാബീൻ്റെ റെസിപ്പി നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞു. നമ്മൾ നമുക്ക് അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് മറ്റിതാവണം. പിന്നെ നമുക്ക് അപ്പച്ചട്ടി ഇല്ല, അതുകൊണ്ട് നമ്മൾ ദോശക്കല്ലിൽ അപ്പം ഉണ്ടാക്കണം. നിറച്ച് വെച്ചിട്ടുണ്ടാക്കും. ശ്രുതി അതാണ് നമ്മൾ പണ്ട് ഒരു ഓർഫനേജിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ശീലം അതിൻ്റെ ഇതിൽ കുഴപ്പമില്ല. കറി അടച്ച് വെച്ചു. അപ്പത്തിൻ്റെ മാവ് ഓക്കെയാണ് അല്ലേ? ശ്രുതി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സോഡപ്പൊടി ഇട്ട് കലക്കി വെച്ചതാണ്. ഉണ്ടാക്കണം, ആയിക്കോട്ടെ. നമുക്ക് അപ്പച്ചട്ടി വാങ്ങുമ്പോൾ അതിലുണ്ടാക്കാം. ഇപ്പോൾ ദോശക്കല്ലിൽ ഉണ്ടാക്കാം. മഴക്കാലം കഴിഞ്ഞാകുമ്പോൾ ഇന്നലെയും വെയിൽ, ഇന്നും വെയിലാണല്ലോ. മഴ പെയ്യൂലേ? എന്താണ് ശ്രുതി, മഴ പെയ്യുമോ? മഴ പെയ്യൂല ഗൈസ്. മഴ നിന്നും തോന്നുന്നു. വീണ്ടും കറണ്ട് പോകും ഗൈസ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം കറണ്ട് പോകുന്നത്. ഭയങ്കര പാടാണ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അല്ലേ ശ്രുതി? ഞമ്മർക്ക് പണികൾ തീർന്നില്ലേ? എന്തൊരു കഷ്ടമാണ് മാറാം. ഇത് കാരണം ബാക്കിയുള്ള കറണ്ടില്ലാതെ കഷ്ടപ്പെടാൻ പണിയാണ്. വന്ന് ഒറ്റ വന്നപ്പോൾ കറണ്ട് വന്ന്. ഇനിയിപ്പോൾ വീണ്ടും പോവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ശ്രുതി ഫുഡ് കഴിച്ച് തുടങ്ങി ഗൈസ്. അപ്പം ഞാനോട് ഫുഡ് കഴിച്ച് തുടങ്ങട്ടെ. വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം, അതാണ് ലേറ്റ് ആയി പോയത്. ഞാൻ ശ്രുതി കഴിച്ച് തുടങ്ങി. ലൈവ് തുടങ്ങാൻ വേണ്ടി സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശ്രുതിയുടെ മൊബൈൽ വെച്ചിരിക്കുക. എന്തായാലും ഇപ്പോൾ ലൈവ് തുടങ്ങും. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ലൈവ് തുടങ്ങും മാക്സിമം. പോയാൽ 10:15 കഴിയുമ്പോൾ ലൈവ് തുടങ്ങുന്ന പ്ലാനിലുണ്ടായിരുന്നു. 10:15 ആയി. അപ്പോൾ ലൈവ് തുടങ്ങും എന്തായാലും. നല്ല വെയിലുള്ള ക്ലൈമറ്റാണ് ഗൈസ്. അതിന് മാറ്റമില്ല. പിന്നെ ശ്രുതിയിലേക്ക് കിടക്കുവാൻ ലൈവൊക്കെ കഴിഞ്ഞ് നിർത്തി കിടക്കുവാണ്. എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന സൗണ്ടാണ് കേട്ടത്. എനിക്കിനിപ്പോൾ തമ്പനിയിൽ എഡിറ്റ് ചെയ്യണം. അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫോൺ ചാർജ് ചെയ്ത് നോക്കട്ടെ. ശ്രുതിയുടെ ഫോൺ ചാർജ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് നേരം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം ചെയ്യട്ടെ. ഒരുപാട് വീഡിയോസ് പെൻഡ് ചെയ്യണം. ഇപ്പോൾ തന്നെ സമയം 3 മണിയായി ഗൈസ്. ഇത്ര നേരം ശ്രുതി ഉറങ്ങുമായിരുന്നു. ശ്രുതി ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ കുറേ വീഡിയോ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡേ മൈ ലൈഫ് ഒരു 5-6 ദിവസത്തെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷെഡ്യൂളാക്കി. മിക്കവാറും നടക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ അടുത്ത മാസമേ കാണുള്ളൂ. അതിന് മാത്രം സ്ലോവിലാണ് അപ്ലോഡ് ആവുന്നത്. നിങ്ങൾ കണ്ടില്ലേ? 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ അടുത്തേക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആണ് ഏറ്റവും വലിയ സങ്കടം. ഇത് തന്നെ കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ. അപ്പോൾ അത്രയും ലേറ്റായിട്ട് വരുന്നതുകൊണ്ടാണ് ചെയ്യുമ്പോൾ ലോങ് ആവണത് അപ്ലോഡ് ചെയ്യണം. ഞാൻ ഓടിപ്പോയി കുളിച്ച് പ്രശ്നമായിട്ട് ശ്രുതി കുളിച്ചു തുടങ്ങി. നീ കുളിച്ചു തുടങ്ങിയാ?
അപ്പം എന്നെ വിളിക്കാത്തത്? അന്ന് ഫ്രഷ് ആവുന്നല്ലോ പറഞ്ഞത്. വാ എണീക്ക് സമയമായി എന്നല്ലോ പറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഓടിപ്പോയി കുളിച്ചിരിക്കുന്നത്. ഒന്നും എടുക്കാതെ നൈസിന്. ഞാൻ പോയി കുളിക്കട്ടെ കേസ്. കുളിച്ച് പക്ഷേ എടുക്കാം. തോർത്തെടുത്താ നീ? തോർത്തെടുത്താ? ഞാൻ പോയി കുളിച്ച് പക്ഷേ മുകളിൽ ആരൊക്കെ വന്നിട്ടുണ്ട് കേസ്. ആരും അങ്ങോട്ട് നോക്കുക. ആർജ കുളിക്കാൻ വേണ്ടി പോയി. ആർജ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഞാനെന്തായാലും കുളിയെ കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കിയാണ് കേസ്. ദോശയല്ല, അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പം രാവിലത്തെ ബാക്കി ഇതുണ്ടല്ലോ, അപ്പം അതിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. വെറുതെ പെട്ടെന്ന് ഇരിക്കണ്ടല്ലോ, ഉണ്ടാക്കുകയാണ്. അപ്പം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. അമ്മേ, ഓ ഉണ്ട്. അപ്പം ആവാറായി എന്ന് തോന്നുന്നു. യെസ്, അപ്പമായി. ഇപ്പം ഇളക്കട്ടെ. ആർജയുടെ കുളിയും കഴിഞ്ഞ് ആർജൊരു കപ്പ് വെള്ളവും വരികയാണ്. പിന്നെ പെണ്ണ് കാണാൻ പോകുമ്പോഴാണ് ആർജ ഇടയ്ക്കിടയ്ക്ക് കപ്പിൽ വെള്ളവും കൊണ്ടുവരുന്നത്. എന്തായാലും അതാണ്. വാ നമുക്ക് ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് കഴിക്കാം. ഭക്ഷണം ഉണ്ടായിരുന്നു, മാവൊക്കെ ഉണ്ടാക്കി തീർത്തു. അപ്പം ഭക്ഷണം കഴിക്കാം. പിന്നെ ഞാൻ കുളിച്ചിട്ട് അതേ ഡ്രസ്സിനിട്ട് ശ്രുതി ഡ്രസ്സ് മാറി ഞാൻ അതേ ഡ്രസ്സിനിട്ട് കേസ്. എൻ്റെ ഡ്രസ്സ് ഒരു ചെളിയൊന്നുമില്ല, പിന്നെ വിയർപ്പൊന്നും അധികമില്ല. ഇന്ന് അവിടെ നടന്നിട്ടൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കൂടി കുറച്ച് ദോശ ഉണ്ട് അല്ലേ. ഇപ്പോൾ തൽക്കാലത്ത് വിശപ്പ് കുറച്ച് മാറും, അത്രേ ഉള്ളൂ. രാത്രി കൊഴുക്കട്ട ഉണ്ടാക്കും ശ്രുതി. അപ്പോൾ പിന്നെ തൽക്കാലത്ത് വിശപ്പ് മാറ്റണ്ടേ, അതാണ് എൻ്റെ ഗുണം. എന്തായാലും കഴിക്കാം നമുക്ക്. ദോശയും അപ്പം ദോശക്കല്ല് ഉണ്ടാക്കി അവിടെ നിന്ന് കാണുമ്പോൾ ദോശ എന്നേ പറയുള്ളൂ. അപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ അപ്പം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അതാണ്, അത് കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. വന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് കപ്പൊന്നുമില്ല, കുറച്ച് ഡ്രൈ ഫ്രൂട്ട് കൊടുക്കാൻ പറ്റും. ഫുഡ് അല്ലേ നിഷു? അതോടെ ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. ഇവൻ ഇപ്പോഴത്തെ ഡ്രൈ ഫ്രൂട്ട് തിന്നുള്ളൂ. അവനെന്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ഇവൻ ആ ലോക്കലേ ഇഷ്ടപ്പെടുള്ളൂ ഡ്രൈ ഫ്രൂട്ട്. ഞങ്ങളിപ്പോൾ പൈസ കൂടി ഡ്രൈ ഫ്രൂട്ട് വാങ്ങിച്ചതേ. നേരത്തെ അത് ലൂസ് കിട്ടുന്ന സാധനമായിരുന്നു അല്ലേ ശ്രുതി? അതൊന്നും കഴിക്കുന്നു. ഇപ്പോൾ പൈസ കൂടി സാധനം വാങ്ങിച്ചപ്പോൾ കഴിക്കുന്നതാണ്. കൊടുത്തൊക്കെ കഴിക്കാൻ നോക്കാം. ശ്രുതി കിച്ചൻ്റെ ഡ്രൈ ഫ്രൂട്ട് എടുക്കുകയാണ്. ഇവന് ഫുഡ് എടുത്തിട്ട് അവൻ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കും, കഴിച്ചില്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് തിരിച്ച് പോകുന്നതായിരിക്കും അല്ലേ നിഷു? നമ്മൾ താഴെ പരുത്തി കൂടി പോകാണ്ട്. അപ്പോൾ കുറച്ച് കൊടുക്ക്. അവൻ കഴിക്കാൻ മാത്രം കഴിച്ചാൽ മതി. അവൻ നോക്കിയിരിക്കുകയാണെങ്കിൽ നോക്കിയിരിക്കട്ടെ, അവൻ കഴിക്കണ്ട. രണ്ടെണ്ണം സ്റ്റൂളും ഇരിക്കുന്നത്, നമ്മൾ എടുത്ത് കൊടുക്ക്. വേണമെങ്കിൽ നോക്കി കിച്ചു. നല്ലൊരു ഡ്രൈ ഫുഡാണ് കഴിച്ചത്. നല്ല വില കൂടി ഡ്രൈ ഫുഡാണ് ഗൈസ്. റോയൽ കാനിൻ്റെ ഡ്രൈ ഫുഡാണ്. ഇതിൻ്റെ അവൻ കഴിക്കുന്നില്ല, അഹങ്കാരം കാണിച്ചിരിക്കണം. കഴിക്കാൻ ഇവിടെ വെച്ചാൽ ഞങ്ങളിപ്പോൾ പോയാൽ പിന്നെ കിട്ടൂല. കടിച്ചു നോക്കുന്നുണ്ട്. അവൻ ആ രുചി പിടിച്ചാൽ പിന്നെ അവൻ കഴിച്ചോളും. രുചി പിടിച്ചിട്ടാ കഴിക്കണ്ട്. ഇത്ര ദിവസം അതിൻ്റെ രുചി അറിയാതെ മണത്തോക്കി ഇരിക്കുന്നു. മാണ്ട ഇന്നലെ ഞാൻ കൊടുത്തപ്പോൾ ആ ജൂലിയാണൊന്ന് കഴിച്ചത്. ഇവൻ കഴിക്കാതെ പോയിട്ട്. ഇതിപ്പോൾ വിശപ്പുണ്ട്, അതുകൊണ്ട് കഴിക്കണത്. ഇന്ന് ഓൾമോസ്റ്റ് കഴിച്ചു കേസാണ്. സാധാരണ അങ്ങനെ കഴിച്ചെടുക്കാത്തവനാണ്, ഇന്ന് ഫുള്ളും കഴിച്ചു. അതെ ഞാനല്ലാതാവുന്നോട് കിച്ച് എല്ലാം തീർത്തിരിക്കുകയാണ്. അവൻ്റെ വീടിന് മുകളിൽ വീട്ടിൽ ഇവൻ്റെ വീട്ടിൽ ആരുമില്ല കേസ്. അവരിന്ന് വൈകിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഇവനൊന്നും രാവിലത്തെ ഫുഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അതാവും വിശന്നിട്ട് കഴിക്കണത്. അല്ലെ അവൻ അഹങ്കാരം കളിച്ചിരുന്നേ. നോക്കൂ കേസ്, ഒരു തുള്ളി പോലും ഒരെണ്ണം പോലും ബാക്കി വെച്ചിട്ടില്ല, ഫുള്ളും തീർത്തവൻ. അപ്പോൾ പാവം നല്ല വിശപ്പുണ്ടായിരുന്നു അവന്. ഒന്ന് താഴെ പോകണം കേസ്. ഇന്ന് അവനായിട്ട് പോകണം. ഷാനി ചേച്ചിയുടെ വീട്ടിൽ പോകണം. ഷാനി ചേച്ചിയുടെ വീട്ടിൽ അന്ന് ഷാനി ചേച്ചി കാണാൻ പോയിട്ട് ചേച്ചി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചേച്ചി നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാലും വീട്ടിൽ പോയിട്ടൊന്ന് കാണുന്നതും ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണുന്ന വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വീട്ടിൽ പോയിട്ട് കണ്ട് സംസാരിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് പോവാണ്. ജസ്റ്റ് അവിടെ പോയി കുറച്ച് കഥയും പറഞ്ഞിരിക്കാമല്ലോ എന്ന് പ്ലാൻ മാത്രമല്ല, വേറെ വലിയ പ്ലാനൊന്നുമില്ല. കിച്ച് നമ്മുടെ കൂടെ വരാൻ തോന്നുന്നു. അവൻ പരുത്തിക്കുഴി വരും. നോക്കാം. ഞാൻ കട്ടിയെടുത്തേക്ക് ലെങ്തായി പോകും. കഥ പറഞ്ഞ് ശ്രുതി അതിൽ കൂടെ നാട്ടിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടി പോകണം. കുറേ നാൾ നാട്ടിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് പോവാം. ശേഷം നമ്മൾ ഈ വഴി വന്നത് കേസ്. കിച്ചുവാണ് ഹൈലൈറ്റ്. കിച്ച് നമ്മുടെ ഇവിടെ വന്നിരിക്കുകയാണ് കേസ്. ശ്രുതി ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്ക്. എനിക്ക് തമിഴിൻ്റെ ഫോട്ടോ ആണെന്നോ. തോട്ടിൽ നിന്നൊക്കെ വെള്ളം കുടിച്ച്, ആറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് കിച്ചു. പിന്നെ കേസ് നമ്മൾ ഈ വഴിക്കധികം വരാത്തതാണ്. പാമ്പിനെ കണ്ട ശേഷം ആ വഴിക്ക് വരാതിരുന്നത് നമ്മൾ ഇപ്രാവശ്യം ഇതുവഴി നടന്നു വന്നത്. അപ്പോൾ ഫുള്ളും കാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അധികം ആളുകൾ നടക്കാറില്ല തോന്നി വഴിക്കൂടെ. എൻ്റെ ശ്രുതി ഇല്ലേ?
അവൻ പോയി പിച്ചു പോയി. നിങ്ങൾ ഒരു കുളമായിരുന്നു വൃത്തിയാക്കി കിടക്കുന്ന വൃത്തിയാക്കി പൊളിച്ചാണ്. ശ്രുതി പറഞ്ഞ കുളമായിരുന്നു ഒരു കാലത്തുനിന്ന്. കുറേ മുട്ടപ്പാലുണ്ട്. മെയിൻ വീട്ടിൽ അക്കോറിയം വാങ്ങിച്ചിട്ടോ ഒരു മുട്ടപ്പാൽ വെച്ച് 2 രൂപ കൊടുക്കുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ കുറച്ച് അക്കോറിയം സെറ്റ് ചെയ്യണം വീട്ടിൽ. അക്കോറിയം ചെറിയ അക്കോറിയം സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് ഇവിടെ കുറച്ച് മുട്ടപ്പാൽ പറിച്ചിടണം എന്ന ശ്രുതി പറഞ്ഞത്. എന്തായാലും പോവാം. ആവശ്യത്തിന് നോക്കി കാണൂല, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തേക്ക് ബസ് പോകണമെന്ന്. പക്ഷേ ഒരു സമയമുണ്ട് ബസ് പോകണുണ്ട്, അതോടെ കാര്യം. എപ്പോഴും ഇല്ല ഇതോടെ സമയത്താണല്ലോ പോകുന്നത് ബസ്സൊക്കെ. വന്ന് ഇവിടം വരെ വന്ന് ആ പൊട്ടം കണ്ടിത്രയും നോക്കിപ്പോയേക്കും കിച്ച് ഓടിപ്പോയി. നമ്മുടെ കൂടെ വന്നാന്ന് തോന്നുന്നു കേസ്. ഇവിടം വരെ വന്നിട്ടുണ്ട് കേസ്. ഇതാണ് ഇവിടുത്തെ ബൈബിൾ കോളേജ്. ആ കാണുന്ന വലിയ ബിൽഡിങ് അവരുടെ കവാടം ഞാൻ കാണുന്നതാണ്. ഇവിടെ നിന്ന് ബിൽഡിങ്ങാണ്, ഇവിടെ നിന്ന് അവരുടെ സ്ഥലം തന്നെയാണ്. ഏക്കർ നടക്കുന്ന സ്ഥലമുണ്ട് അവർക്ക്. കുറേ സ്ഥലങ്ങൾക്കുണ്ട് കേസ്. GS നാരായണൻ GS നാരായണനാണ് ആദ്യം സ്ഥലമാണ് ഫുള്ളായിട്ടുള്ളത്. GS നായർ അങ്ങേറെയാണെന്നൊക്കെ പറയുന്നത്. ബൈബിൾ കോളേജാണ്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൽ കൂടെ പോകാം. കൃഷ്ണഗിരിയുടെ പോവും ഗൈസ്. എനിക്കറിയാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്, പേരൊന്നും എനിക്കറിയാൻ പറഞ്ഞത്. പോവാ ഇതിൽ കൂടെ പോകണം ചേച്ചി വീട്ടിലേക്ക്. നമ്മൾ ഇവിടെ മുമ്പ് ഏതൊരു ഡേ ലൈഫിൽ വന്നിട്ടുണ്ട് ഇവിടെ. കാരണം ഒരു മരണം നടന്ന സമയത്ത് അന്ന് മരിപ്പ് തന്നായിരുന്നു. അന്നതൊക്കെ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയായിരുന്നു തോന്നുന്നു. ഡൈം ലൈഫ് എടുത്തായിരുന്നല്ല, അന്ന് ഡൈം ലൈഫ് എടുത്തായിരുന്നു. റീൽ എടുത്തില്ല, ഡൈം ലൈഫ് എടുത്തായിരുന്നു. പക്ഷേ അപ്പോൾ അന്ന് കാണിച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം മുന്നോട്ട് ഇങ്ങോട്ടൊക്കെ അപ്പോൾ എടുത്തായിരുന്നു ബ്ലോഗ്. ആ കാണാണ് ചേച്ചിയുടെ വീട്. അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഇവിടെ നെക്സ്റ്റ് എടുത്തുകൊണ്ട് പോകാം. ഇവിടുത്തെ പട്ടിക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നുണ്ട്. കൊച്ചാർജനെ നോക്കിയിരുന്ന് പേടിക്കുന്നു. എവിടെ അമ്മ? ഇതാണ് നമ്മുടെ അമ്മ. ഭാവിയിൽ കാണുന്നത് എല്ലാം 3 പേരുണ്ട് കണ്ടോ. എന്ത് അതാണ് പേടിപ്പിച്ചിട്ടാ. ഫോൺ ചവിട്ടി സെറ്റപ്പാക്കും. ഇതാണ് ഗൈസ് അൻവിൻ. ചേച്ചിക്ക് ചായ കൊണ്ട് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ കച്ചവടക്കാൻ വേണ്ടി പോയിരിക്കാണ്. ചായയൊക്കെ പിടിക്കുന്നു ഗൈസ്. ശ്രുതി ലിസാണ് ഗൈസ് പേര് അവിടെ. ശ്രുതി അറിഞ്ഞു ലിസ നോക്കി ഇപ്പോൾ കഥ കിട്ടി. നമ്മളിത് ഇവിടെ നിന്ന് തിരിക്കുകയാണ് പോവാ. ഇനി സമയമായി, ലേറ്റായി തുടങ്ങിയില്ല. പോവാണ് കേസ്. അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് നമുക്ക് പോവാം. എന്തായാലും നമ്മൾ പോവാന്ന് കേസ്. പിന്നെ ആ അമ്മച്ചി ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്തോ അവരുടെ അസുഖമാണ് തോന്നുന്നു. പൊക്കില്ലാത്ത അമ്മച്ചിയാണ്. ഇത് അവർക്കെല്ലാവർക്കും നമുക്കറിയില്ലല്ലോ. കരച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരതായി ഫീൽ ചെയ്തിപ്പോയി. അപ്പോൾ എല്ലാ ഫുൾ ടൈം അങ്ങനെ തന്നെ കണ്ടിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് റേഷൻ കടയുടെ അടുത്തൊക്കെ എത്താറായി. നീ ഇവിടെ കയറണമെന്നില്ല. ചേട്ടൻ്റെ പൈസ കൊടുക്കാണ്ട് നമ്മൾ വേറെ കാര്യം എഴുന്നൂറ്റി കൊടുക്കാനുള്ള ചേട്ടനെ പറ്റി കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് പോവാം, വീട്ടിൽ പോവാം. അവിടെ കയറുന്നില്ല, ഒരു ഹായ് കൊണ്ട് പോവാം. പരുത്തിക്കുഴി എത്തിയപ്പോഴേക്കുന്നത് ബ്രസീൽ ഫാൻസ് കേരള ആർട്സ് പരുത്തിക്കുഴി. അതാണ് ലോകം കീഴടക്കിയതിൻ്റെ അഹങ്കാരമാണ്. അതെ 5 പ്രാവശ്യം വേൾഡ് കപ്പ് കൊണ്ടത് പഞ്ചനക്ഷത്രങ്ങൾ. അതിനാണ് അങ്ങനെ എഴുതിയേക്കണത്. ഇവിടെ അർജന്റീനയുടെ ഫാൻസ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഇവരെല്ലാം ഉണ്ട്. ഇത് അതിൻ്റെ ഒരു ഇത് വെച്ചേക്കുന്നു. അവിടെ പോർച്ചുഗൽ വെച്ചേക്കുന്നു. എന്താ ചെയ്തേക്കണം? ഇവിടെ പെലയോ മറഡോണയോ ഇല്ല. പാരമ്പര്യത്തിലോ ചരിത്രത്തിലോ മുത്തശ്ശി കഥകളിലോ ആണോ? റംബൂട്ടാൻ കുറേ ഉണ്ട് കേസ്. കയറി പറിക്കാൻ ആഗ്രഹമുണ്ട്. നോട്ടെ അപ്പോൾ പറിച്ചുകൂടിയാ കുഴപ്പമില്ല. സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല കേസ്. പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാത്തത്. വേണമെങ്കിൽ മാവ് പാക്കറ്റ് വാങ്ങിക്കായിരുന്നു. പക്ഷേ ഓൾറെഡി അവിടെ കുറേ പറ്റായി. അപ്പോൾ അവിടെ വാങ്ങിച്ചില്ല. വീട്ടിൽ പോവാം.
പിന്നെ ഗോതമ്പൊടി ഇരിപ്പുണ്ട്, ആവശ്യം നാളെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. കുറച്ച് നമുക്ക് ഇവിടെ കറച്ച് ചേച്ചിയുടെ ചേച്ചിക്ക് പനിയാണ്, ചേച്ചിയെ കൊണ്ട് കുറച്ചൊക്കെ സംസാരിച്ചിട്ട് പോവാം. പിന്നെ ഇന്നലെ വന്നപ്പോൾ കണ്ണൻ കിടന്ന് തുടങ്ങുകയാണ്, അപ്പോൾ കണ്ണനെ കൊണ്ട് സംസാരിക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട് ചേച്ചി വീട്ടിൽ. ഇപ്പോൾ ഉണ്ണി വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ണി സൈക്കിളില്ല, വീട്ടിലില്ല. സൈക്കിൾ ഉണ്ണി വീട്ടിലുണ്ടാ? സൈക്കിൾ ഞാൻ ചെറുത്തോണ്ട് പോയി ചേച്ചി. ഉണ്ണി വീട്ടിലുണ്ട് കേസ്. ഉണ്ണി ഒളിഞ്ഞു പോയി, ക്യാമറ പിടിച്ചിട്ടുണ്ട്, അത് കണ്ടില്ലായിരുന്നു. ആയിട്ട് കിടക്കുന്ന കേസ്. ഇനി ഇവിടെ എന്ത് ചേച്ചിയുടെ പനി എനിക്ക് വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാണ്. നമ്മൾ ഇറങ്ങി കേസ്. പനി പകർന്ന പനിയാണ് കേസ്. ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടകാലം മാറുന്നില്ല. അപ്പോൾ വീട്ടിൽ പോവാം. 6:30 ആകുമ്പോൾ നല്ല ഇരുട്ടവണമാണ്. ഇന്ന് ഇത്ര ഇരുട്ടായിട്ടില്ല ശ്രുതി. നമുക്ക് ടോർച്ചില്ലാതെ വീട്ടിൽ പോകാൻ തോന്നുന്നില്ലേ? രക്ഷപ്പെട്ടു എന്തായാലും. ഇന്നലെയും വന്നപ്പോഴും ടോർച്ച് എടുത്ത് ഉപയോഗിച്ചില്ല. ടോർച്ച് കവറിനകത്തുണ്ടോ രണ്ടും? നീ കാണാതെ പറഞ്ഞ് മഞ്ഞ അതിനകത്തുണ്ടായിരുന്നാ? ആ അപ്പോൾ എടുത്തില്ല നീ. അതെടുത്ത് ചാർജ് തുറന്ന് പോയിട്ട് ഇവിടുന്ന് ഇതെന്തായിരിക്കുന്നു? റൂബിക്ക. ഞാൻ പറിച്ചില്ല, പിടിച്ചോ. 4 പറിക്കണേ. ആ മുകളിലും ഉണ്ട്, അതൊക്കെ പറിച്ചോ. ഓ അതിൻ്റെ മുകളിലും ഉണ്ട്. ആ പെട്ടെന്ന് പറയ്. ചേ ഇത്ര പൊക്കണ്ടായിട്ട് നാണക്കേടാണ്. ഒന്ന് 1 മതി. ഓ 2 പറിച്ച്. ആ വാ, വേണ്ട വാ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ലവ് യു. നോക്കട്ടെ, കാണിച്ചേ. കണ്ടോ ഗൈസ്, കണ്ടോ. പോയി ശ്രുതിയുടെ മോന്തെ ഫുള്ള് മലയായി. ശ്രുതിക്ക് അടിയായി പോയി. ആ നടക്കുമ്പോൾ മുന്നോട്ട് നോക്കി നടക്കണ്ടേ? മൊബൈൽ നോക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് പൊക്കം കൊള്ളാം, അതുകൊണ്ട് വല ഫുൾ എൻ്റെ മേത്തിരിക്കും. ഓ നോക്കി കിടക്കുന്ന ആറ് നോക്കി കിടക്ക്. അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ ഇതുവഴി കയറി മുകളിലേക്കൊന്നും വീട്ടിൽ പോയില്ല. ലൈറ്റ് ഇട്ട് ഇറങ്ങിയത്. ടോർച്ച് കവറിലുണ്ട്. അവിടെ അതൊക്കെ ഇനി കളിച്ചിട്ട് വീട്ടിൽ പോവാം. അവിടെ പോയി കുറച്ചിരിക്കാം. വണ്ടി നിൽക്കുന്നു. ഇത് ആരുടെ വണ്ടിയാണാവോ? ഇനി കള്ളുടിക്കൊന്നാ ആർക്കറിയാം. സന്തോഷ് ചേട്ടനും ഷാബു ചേട്ടനും കൂടെയാണ് കള്ളുടിക്കാണ്. സാബുവാണ് ഷിബുവാണ്? ആ ഷിബു ചേട്ടനും സന്തോഷ് ചേട്ടനും കൂടെയാണ് കള്ളുടിച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കെന്തായാലും വീട്ടിൽ പോവാം. അല്ല, നമുക്കെന്തായാലും കളിച്ചിട്ട് വീട്ടിൽ പോവാം. ഷിബു ചേച്ചിക്ക് പനിയായിട്ട് കിടക്കാൻ വന്നപ്പോൾ സന്തോഷം ചിരിച്ചുകൊണ്ടിരിക്കണം അവിടെ നിന്നിട്ട്. ഞാൻ പറഞ്ഞ് പനിയാണ് ഇരിക്കാൻ, പോയി ചെന്ന് ഫുഡ് വല്ലതും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടനോടൊന്ന് ചിരിക്കണേ. രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോയില്ല എന്ന് പറഞ്ഞ്. നാളെ ചേച്ചിക്ക് പിന്നെ പട്ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, പട്ടിയടിച്ചതിൻ്റെ ഇഞ്ചക്ഷൻ. അപ്പോൾ ഒരുമിച്ച് പോകുന്ന വെച്ചിരിക്കുന്നതായിരുന്നു പുള്ളിക്കാരത്തി. എനിക്ക് മതി കിടപ്പാ. എന്നാലും ഫുള്ളിട്ടില്ല. ഇവിടെ വഴിയുണ്ടാകും തട്ടിക്കളഞ്ഞ്. ഇത് അടുത്തത് അവർ വീട്ടിൽ പോകണ വഴിയാണ്. അവർ സ്ഥിരമായിട്ട് പോകണതല്ല. എന്നിട്ട് വെട്ടിക്ക് ഒരു സെക്കൻഡ് ഉണ്ട്. പെട്ടെന്ന് ഇതെങ്ങനെ 1/2 മണിക്കൂറുകൊണ്ട് കിട്ടി തീർക്കണം. ഇട്ടൊരു വലിയൊരു വലയൊക്കെ കൗണ്ട് നോക്കണ പുറത്ത് കുറച്ച് ഇരിക്കാം. ചേച്ചി വന്നിരിക്കും. എന്നാൽ ചേച്ചി വന്നു കുറച്ച് തോന്നുന്ന കഥയും പറഞ്ഞിരിക്കുക. എന്നിട്ട് പതുക്കെ വീട്ടിൽ പോകണം. ശ്രുതിക്ക് വാണ്ടോ പൊരിയാണ് കഥ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കഥ ലൈവിലൊന്നും പറയൂല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ശ്രുതിയിലെ മഴ തോരും മുമ്പേ എന്നിട്ട് സീരിയൽ കണ്ടിരിക്കുകയാണ്. എന്നോട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരസ്യം കണ്ടുകൊണ്ടിരിക്കുക. ചേച്ചി അടുക്കളയിൽ പോയിരിക്കുക. ചേച്ചി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പടക്കളത്തിൽ അരയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ പിന്നെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. എനിക്ക് സീരിയൽ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മൊബൈൽ നോക്കിയിരിക്കുക. എന്നുള്ള ആ വ്യൂ പൊടിയാണ്. പക്ഷേ അങ്ങോട്ടുള്ള ഒറ്റ തുള്ളിയും കിട്ടുന്നുണ്ട്. ക്യാമറ കാറ്റില്ലാത്തതൊന്നും കിട്ടുന്നില്ല. അത് വീട്ടിൽ പോകാം. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പോയി നോക്കട്ടെ. നമ്മൾ അതിലൊന്നും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ ഒന്ന്. ശ്രുതി കള്ളന്മാരുടെ നാട് എന്താണ്? ചലന്തിവളിയുടെ നാടുമാണ്. കള്ളന്മാരുടെ മാത്രമല്ല, എല്ലാ നാടുകളുണ്ട് ഇവിടെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി. ഭാഗ്യം തുണിയൊക്കെ കടന്ന് ആരെടുത്തോണ്ട് പോയില്ല. കുനിഞ്ഞ് എന്നാൽ ഷെഡ് വരെ അടിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ്. ഒരാളെ കുറച്ച് പാത്രം കഴിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാത്രി സമയത്ത് ഉള്ളത് കഴിച്ചാൽ അത്ര ആയല്ല. പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കണം. അപ്പോൾ ഇടിച്ചും പോകണമല്ലോ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. ഇവിടെ നയിക്കോ സമയം വേണ്ട. ഓ കപ്പൻ്റെ അടുത്തിരിക്കുന്നത്. ഓക്കെ കപ്പൻ്റെ കയ്യിലിരിക്കുകയാണ് കേസ്. എന്നാ ഞാൻ ടോർച്ച് എടുത്ത് വെട്ടമുണ്ട്. എന്നാലും ടോർച്ച് എടുത്താണ് ഒരു സേഫ്റ്റിക്ക്. കണ്ടോ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കൊണ്ട് ഡ്രമ്മിലും ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് വെച്ചുകൊണ്ട് ശ്രുതിക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതാണ് സത്യം. അപ്പോൾ ലൈവ് പോകാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ലൈവ് പോയിക്കൊണ്ട് കുക്കിംഗ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈവ് സ്റ്റാർട്ടപ്പ് വെച്ചിരിക്കുകയാണ്.
പിന്നെ ഇത് തേങ്ങ ഇരുണ്ടിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ട് ഉണ്ടാക്കാനായിട്ടുള്ള തേങ്ങ സെറ്റാക്കി എടുക്കുകയാണ്. പാത്രം കൈ വെള്ളം കൊണ്ടുവന്നുണ്ട്. അപ്പോൾ പാത്രം ജസ്റ്റ് ഇനി ഇവിടെ വല്ലതും കഴിയാണ്ട് ആ വെള്ളം ഉപയോഗിക്കാം. പിന്നെ കോഴിക്കോട്ട് ഉണ്ടാക്കാൻ ആവിയിൽ ഉണ്ടാക്കാനായിട്ട് വെള്ളം വേണമില്ല. അല്ല സുതിന്ന് വെള്ളം തിളപ്പിച്ച് നടക്കണമല്ലേ, ആവിലല്ല. ആയിക്കോട്ടെ, നാളെ ആവിലുണ്ടാക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് വെള്ളത്തിലുണ്ടാക്കി തരാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തെങ്കിലും കഴിക്കാം, നോക്കാം. ഇത് എന്തിനാണ് പക്ഷേ അതിൻ്റെ പേരെന്തോ പറഞ്ഞിട്ടോ, കാരയില നമ്മൾ ആദ്യം വെച്ചത്. കാരയിലല്ല, ഞാൻ മറന്നുപോയി. പേരെന്തോ പറഞ്ഞു, വായ കടിച്ചാൽ പൊട്ടത്തിട്ടുള്ള പേരാണെങ്കിൽ അത് നമുക്ക് നാളെ ചേച്ചി വെച്ചിട്ട് നമ്മൾ നാളെ വല്ലതും വീഡിയോയിൽ പറയാം. ഒന്ന് ഞാൻ കിച്ചണിൽ വെച്ച് ഡ്രൈ ഫുഡ് കൊടുക്കട്ടെ, കാരണം വേറെ ഫുഡൊന്നുമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ കിച്ചണിൽ ഫുഡ് കൊടുക്കാം. നമുക്ക് തന്നെ കഴിക്കാൻ ഫുഡില്ല. അപ്പോൾ കിച്ചണിൽ കൊടുക്കാൻ എന്ത് പറ്റും? അതുകൊണ്ട് ഡ്രൈ ഫുഡ് കൊടുക്കാം. ഇനി കോഴിക്കോട്ട് കൊടുത്ത് കഴിച്ചില്ലെങ്കിലാ പിന്നെ കോഴിക്കോട്ടെ അവൻ സമയം എടുക്കുന്നതാണ്. പത്രിക ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം അവൻ വിശന്നിരിക്കായിരിക്കും. അതേ അവൻ ഈ സമയത്ത് വരില്ല. കഴിച്ചോടാ, എന്നാലും കിച്ചണിൽ ഫുള്ളും കഴിക്കും. വേറെ ഒന്നുമില്ല, കഴിച്ചോ. ഇത് നീ കഴിച്ചില്ലെങ്കിൽ നിനക്ക് വേറെ ഫുഡൊന്നുമില്ല. പിന്നെ പൂച്ചൊന്ന് കഴിക്കും. ആണോ, പൂച്ച കഴിക്കുന്നത് ഇപ്പം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ട്. കഴിച്ചു തുടങ്ങി കേസ്. ലൈവ് സ്റ്റാർട്ടാകട്ടെ കേസ്. പച്ചക്കളർ കോഴിക്കോട്ടെ കുരുട്ടി വെച്ചിരിക്കുന്നത് വെള്ളത്തിലിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തിന്നാൻ പാടായിരിക്കും. പിന്നെ യൂട്യൂബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ 10-11 ആൾക്കാരുണ്ട്, പക്ഷെ ആരും നോക്കിയിരിക്കാൻ നല്ലതൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. കുറേ ആളുകൾ ഊമകളായിട്ടിരിക്കുക. ഓക്കെ, ലൈവൊക്കെ നിർത്തി. നമ്മൾ കോഴിക്കോട്ടെ കുറച്ച് ഞാൻ കഴിച്ചു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊന്നും വേണമെന്ന് പറഞ്ഞ് ശ്രുതി ആ ദേശത്തിൽ എല്ലാം കൂടി വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. പോട്ടെ, കുഴപ്പമില്ല. ശ്രുതിയും കഴിച്ചില്ല, അവളും വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. എന്നിട്ട് കുറച്ചപ്പടും വെള്ളം ഉണ്ടാക്കി. അത് സംബന്ധിച്ചത് വെള്ളത്തിൽ വേവിച്ചുണ്ടാക്കാൻ ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞായിരുന്നു അത് ആവിയിൽ വേവിക്കുന്നത്. അവർക്ക് വെള്ളത്തിൽ വേവിച്ചാൽ ഇഷ്ടപ്പെടുന്നിട്ടുള്ള വെള്ളത്തിൽ വേവിച്ച് മൊത്തത്തിൽ ഉണ്ടാക്കി. കുറച്ച് ആവിലും കുറച്ച് വെള്ളത്തിലും ഉണ്ടാക്കായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. ഇനിയിപ്പോൾ അവളുടെ ദേഷ്യം മാറട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തീരാണ് ഗൈസ്. താമസത്തിൽ പുതിയ വിശേഷം നാളത്തെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം മാർജെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.